കുറേ ദിവസം കൊണ്ട് വീഡിയോകളെല്ലാം എടുത്ത് വെക്കും, ഷോർട്സ് ഇടും, പിന്നെ ലോങ് വീഡിയോ എടുത്ത് പകുതി എഡിറ്റ് ചെയ്യും, പിന്നെ പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഫോൺ അങ്ങോട്ട് നിറഞ്ഞ് ഫുള്ളാവും, പിന്നെ കുറേ ഡിലീറ്റ് ആക്കിയിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാൻ. അങ്ങനെയൊക്കെയാണ് ലോങ് വീഡിയോ ഇടാൻ മടിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ കാര്യം മാത്രമല്ല കാരണമായത്, പിന്നെ കടയിലോട്ടൊക്കെ പോകണം കേട്ടോ. രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ നമുക്ക് ജോലികൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ കടയിൽ പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5:30-5:45 എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അന്നേരത്തേക്ക് വൈകുന്നേരം ഒരു സ്ഥിരം കുറേ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ടിട്ട് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് ചേട്ടനും തേജു ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ രണ്ടുപേരുണ്ടെങ്കിൽ കുഴപ്പമില്ല. തേജു വരുന്ന ഈ പന്തലിൻ്റെയൊക്കെ പണിക്ക് പോകുന്നതുകൊണ്ടാണ് എനിക്ക് കടയിൽ പോകേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ രാവിലെ ഷുഗർ നോക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഷുഗർ നോക്കിയിട്ട് വേണം കടയിലോട്ട് പോകാൻ. ഇന്ന് അതുകൊണ്ട് ചേട്ടന് ചായ എടുത്തില്ല, എനിക്ക് മാത്രം ചായ ഇട്ടു. പിന്നെ ഗൗരി വരുമ്പോഴത്തേക്ക് പാല് തിളപ്പിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചായയാണെങ്കിലും മതി. ഇപ്പം പാൽ കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൾക്ക് ചായ കുടിക്കുന്നതായിട്ട്. നവനീത് പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കും, അത് കുടിച്ചിട്ട് പകുതി എടുത്ത് അവിടെ തന്നെ വെക്കും, അല്ലാതെ അവൻ കുടിക്കത്തേന്നില്ല. പിന്നെ തേജുവിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്തോ ഇഷ്ടമാണെന്ന് വെച്ചാൽ അന്നേരം ചെയ്തു കൊടുക്കും. പിന്നെ നവനീതും കൂടെ വന്നതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് സ്കൂട്ടറിൽ പോകേണ്ട, നവനീത് കൊണ്ടാക്കുകയും വിളിക്കാൻ പോവുകയൊക്കെ ചെയ്തോളൂ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ അടുക്കളയിൽ കയറി രാവിലെ അരിയിട്ടു. പിന്നെ ഇന്നലെ വാഴക്കൂമ്പ് കിട്ടിയായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതെടുത്ത് നല്ലതുപോലെ കൊത്തി അരിഞ്ഞപ്പോഴത്തേക്ക് കൈ മൊത്തം കറയായിട്ടാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ആ കൊത്തി അരിഞ്ഞ വാഴക്കൂമ്പിനകത്തും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കറയെല്ലാം പോകും കേട്ടോ. പിന്നെ അതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ കോവയ്ക്ക ഉണ്ടായിരുന്നേ, കോവയ്ക്കയും കൂടെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചു. അപ്പോൾ കോവയ്ക്ക കഴുകിയിട്ടാണ് അരിഞ്ഞത് കേട്ടോ. 1-2 പേര് പറഞ്ഞായിരുന്നു പച്ചക്കറികൾ കഴുകിയിട്ട് വേണം അരിയാനെന്ന്. അപ്പോൾ കോവയ്ക്ക അതുകൊണ്ട് ഞാൻ അങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ 22ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു വക ചെയ്യാൻ അറിയത്തില്ല, അടുക്കള ജോലിയൊന്നും അറിയത്തില്ല. പിന്നെ മുറ്റം തൂക്കുമായിരുന്നു, പിന്നെ പാത്രം കഴുകുമായിരുന്നു. നേരത്തെയാണ് കല്യാണത്തിന് മുമ്പുള്ള കാര്യം പറയുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ആകെക്കൂടെ ഒരു ജോലിയുള്ളൂ ചെയ്യുന്നത്, ഉള്ളിയില്ലേ, ചെറിയ ഉള്ളിയും മുളകും, വറ്റൽ മുളകും പുളിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് അരകലിനകത്തോട്ട് നല്ലതുപോലെ അരച്ചങ്ങോട്ട് ഇച്ചിരി എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കും. എപ്പോഴും അതാണ് കഴിക്കുന്നത്, അതുകൊണ്ട് അത് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാം അങ്ങോട്ട് പഠിച്ചിട്ടാണ് ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ അറിയാം. ഇനി നമുക്ക് തോരൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കൂടെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടെ തട്ടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ചെറിയ തീയിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തീ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോവുകയും ചെയ്യും, വേഗത്തതുമില്ല. ഇനി നമുക്ക് അതിനുള്ള തേങ്ങ എടുക്കാം. ഇന്ന് രാവിലെ ക്യാബേജിൻ്റെ ദോശയാണ്, അപ്പോൾ അതിന് പച്ചരിയുടെ കൂടെ തേങ്ങ അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇത്രയും തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അല്ലി, ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്, അതുകൊണ്ട് 7-8 എടുത്ത്. പിന്നെ ജീരകം ഇല്ലാത്തതുകൊണ്ട് ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത്. എനിക്ക് ജീരകം ചതച്ചിടുന്നതാണ് ഇഷ്ടം കേട്ടോ, ജീരകപ്പൊടിയേക്കാളും നല്ലത് ജീരകമാണ് ഇഷ്ടം. ജീരകമല്ല, ജീരകമാണ് നല്ലത്. അപ്പോൾ എല്ലാം കൂടെ ചതച്ച് ഒരു പിടി തേങ്ങയോടെ ചേർത്ത് നമുക്ക് വാഴക്കൂമ്പിൻ്റെ കൂടെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനിടാം. പിന്നെ ചില വാഴക്കൂമ്പിന് കയ്പുണ്ട്, അതുകൊണ്ട് ചെറിയ ഒരു തോടുപുളിയോ അല്ലെങ്കിൽ ഇച്ചിരി പിഴിപുളിയോ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ കയ്പൊന്ന് മാറിക്കിട്ടും. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ചു. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കുറച്ച് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടങ്ങ് ഒന്ന് എടുക്കാം കേട്ടോ. ഒത്തിരി വഴറ്റി എടുക്കണ്ട, ഒന്ന് വാടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കയും ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ചെറിയ തീയിൽ ഇതും അങ്ങോട്ട് അടച്ച് വെച്ചോണ്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ പച്ചടിയും കൂടെ കുറച്ച് ചെയ്ത് കേട്ടോ.
ഗൗരിക്കും തേജുവിനും നവനീതിനും ആ ചേട്ടനും എല്ലാവർക്കും തൈര് കൊണ്ട് എന്ത് ചെയ്താലും ഇഷ്ടമാണ്. അതുകൊണ്ട് കിച്ചടിയോ പച്ചടിയോ പിന്നെ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ തൈര് വെറുതെ വറ്റൽമുളകും ജീരകം കൂടെ കടുവറുത്ത് വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പച്ചടിയും കൂടെ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുക്കള ജോലി ഏകദേശം കഴിഞ്ഞു. ഇന്ന് ഗൗരിയെ സ്കൂളിൽ കൊണ്ടുവന്നത് നവനീതാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോകാൻ വേണ്ടി ഞാനും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒത്തിരി കരിയിലുണ്ട്, പിന്നെ അത് തൂത്തുവാരണം. പന്തലഴിക്കാൻ പോകണ്ടേ? അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഗൗരി ഷാള് മുമ്പിലോട്ട് കെട്ടി വെക്കാൻ മറന്നുപോയി. അപ്പോൾ പുറകെ വിളിക്കാനും എനിക്കൊരു പേടിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ പോകുമ്പോൾ സംസാരിക്കുക, അതിന് വേണ്ടി ചേട്ടൻ എപ്പോഴും എന്നെ വഴക്കുറയും. ഏതായാലും ഞാൻ ഷാളിൻ്റെ കാര്യം പറഞ്ഞു. വണ്ടി നിർത്തി ഷാള് മുമ്പിലോട്ട് കെട്ടി വെച്ചിട്ടാണ് പിന്നെ പോയത്.